ശ്രീ വേണു രാജാമണി, ഇന്നിപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്നതാണ്. നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ കൂടുതൽ ശക്തമായി നേരിടാനുള്ള നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതല്ലെങ്കിൽ ഒരു ഓപ്പറേഷന് ശേഷമുള്ള ഇന്ത്യയുടെ തുടർ നീക്കങ്ങൾ പാകിസ്ഥാനെ ഒറ്റതിരിച്ചു നിർത്താനും അതുപോലെ പാകിസ്ഥാനെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഇതിനെ കാണേണ്ടത്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കങ്ങളെ ശ്രീ വേണു രാജാമണി താങ്കൾ എങ്ങനെ നിരീക്ഷിക്കും, എങ്ങനെ വിലയിരുത്തും? നിർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നു ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ശ്രീ വേണു രാജാമണി. എനിക്ക് തോന്നുന്നു താങ്കൾ ഇപ്പോൾ കൊളംബോയിലാണുള്ളത്, അതുകൊണ്ട് ആണ് ചെറിയ സാങ്കേതിക തടസ്സം നമുക്ക് നേരിട്ടുള്ളത്. ഇപ്പോൾ താങ്കൾക്ക് എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ആ ചോദ്യം ആവർത്തിക്കുന്നത്. ശ്രീ വേണു രാജാമണി, ഈ ഇപ്പോൾ നടക്കുന്ന വോയിസ് ബ്രേക്ക് ചെയ്താണ് വരുന്നത്. ഐ എം സോറി, ഇപ്പോൾ ശരിയായോ? ഇസ് ഇറ്റ് ഓക്കെ നൗ? ഇല്ല, ബ്രേക്ക് ചെയ്താണ് കേൾക്കുന്നത്. സാർ ഒരു കാര്യം ചെയ്യൂ, സാർ പറയൂ, ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നു? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്ന് ആവർത്തിക്കാമോ? ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങളെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു സീസ് ഫയർ അല്ലെങ്കിൽ സെസേഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ് എന്നാണ് ഫോറിൻ മിനിസ്റ്റർ ഉപയോഗിച്ച പദം. അതൊരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ്. നമ്മൾ ഇരു രാജ്യങ്ങളുടെയും ഇടയിൽ ഉള്ള ആ ഒരു പീസ് വളരെ ഫ്രജൈലാണ്. ഏത് നിമിഷവും വീണ്ടും തകർന്ന് ഹോസ്റ്റിലിറ്റീസ് പൊട്ടിപ്പുറപ്പെടാം എന്നൊരു സാഹചര്യത്തിലാണ്. ഇന്നത്തെ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തിയാൽ ഒരു വശത്ത് നല്ലത് എന്ന് പറയാവുന്നത് ഇരു DGMOമാരുടെയും ചർച്ചയിൽ നിന്നും ട്രൂപ്സിനെ ബോർഡറിൽ നിന്നും വിഡ്രോ ചെയ്യുന്ന കാര്യം വരെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതേസമയം ഇരു രാജ്യങ്ങളുടെയും റെറ്ററിക് ഇപ്പോഴും വളരെ ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത്. ഒരുപാട് ശക്തമായ നിലപാടുകൾ ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഒരു സംഭവം ഇനി ഇന്ത്യയിൽ ഉണ്ടായാൽ, ഒരു ടെററിസ്റ്റ് സംഭവം അല്ലെങ്കിൽ LOC എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായാൽ അതിന് ഉടനെ തിരിച്ചടി ഉണ്ടാകും എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല, ഒരു നയതന്ത്ര യുദ്ധത്തിനായി ഇന്ത്യ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴും ഓവറോൾ സിറ്റുവേഷൻ വളരെ ഫ്രജൈലാണ്. നമുക്ക് ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ടെന്ന് കൺക്ലൂഡ് ചെയ്യാനുള്ള അവസരമായിട്ടില്ല. ശ്രീ വേണു രാജാമണി, നയതന്ത്ര തലത്തിൽ നമ്മൾ നടത്തുന്ന നീക്കങ്ങളെ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങൾ വരുമ്പോഴാണല്ലോ പലപ്പോഴും പല രാജ്യങ്ങളുടെയും യഥാർത്ഥ നിറം പുറത്തു വന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് തുർക്കിയുടെ കാര്യത്തിൽ, അസർബൈജാന്റെ കാര്യത്തിൽ, ഇങ്ങനെ ചില രാജ്യങ്ങൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് പരസ്യമായി പ്രകടമായി നമ്മൾ കണ്ടു. നയതന്ത്ര തലത്തിലുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ, അതായത് രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റതിരിച്ച് കാണിക്കാനുള്ള നീക്കങ്ങൾ ഫലപ്രദമാകുമോ? IMF-ൽ നിന്ന് സാമ്പത്തിക സഹായം നൽകരുതെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ സാമ്പത്തിക സഹായം പാകിസ്ഥാനിലേക്ക് എത്തുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയുടെ നിലപാടുകൾ രാജ്യാന്തര തലത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക? നേരിടുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ടെററിസത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണയുണ്ട്. എല്ലാവരും തന്നെ പെഹൽഗാമിൽ ഉണ്ടായ ആ സംഭവത്തെ അതിശക്തമായി അപലപിച്ചിട്ടുണ്ട്, അതിനെ കണ്ടം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അല്ലെങ്കിൽ പ്രത്യേകിച്ചും ആ ഒരു ആണവായുധങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഭൂരിഭാഗം രാജ്യങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണം, സംയമനം പാലിക്കണം. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കരുത്, അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കരുത് എന്നുള്ള ഒരു മിഡിൽ പൊസിഷനാണ് എടുക്കുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് ഈ ഒരു ഡിപ്ലോമാറ്റിക് മൂവ് നടത്താനുള്ള പ്രധാന കാരണം ഒരു പരിധിവരെ ഇന്റർനാഷണൽ നെറേറ്റീവ് ടെററിസത്തിൽ നിന്നും മാറി ഇന്ത്യ പാക് ഹോസ്റ്റിലിറ്റീസ് എങ്ങനെ തടയുവാൻ സാധിക്കും, ഒരു ന്യൂക്ലിയർ കൺഫ്രണ്ടേഷൻ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും എന്ന വിഷയത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ അതിനെ തിരിച്ച്
ടെററിസത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഒരു നീക്കം നടത്തുന്നത്. ഒരു സർവകക്ഷി സംഘം പാർലമെന്റ് മെമ്പേഴ്സിന്റെ സംഘത്തെ പല രാജ്യങ്ങളിൽ അയച്ച് അവരുമായി ചർച്ചകൾ നടത്തി ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം, സൗത്ത് ഏഷ്യയിലെ യഥാർത്ഥ പ്രശ്നം പാകിസ്ഥാനിൽ നിന്നും ഉടലെടുക്കുന്ന ടെററിസമാണ് എന്ന ആ ഒരു സത്യത്തെ മറ്റു രാജ്യങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ഇതിൽ നിന്നും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുവാനല്ല ആഗ്രഹിക്കുന്നത്, നേരെ മറിച്ച് പാകിസ്ഥാന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി പാകിസ്ഥാനെ കൊണ്ട് ടെററിസ്റ്റ് ക്യാമ്പ്സിനെതിരെയും ടെററിസ്റ്റിനെതിരെയും വേണ്ട നടപടികൾ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത്. അല്ല ശ്രീ വേണുരാജാമണി, പക്ഷേ ഇത് എത്ര കാലമായി നമ്മൾ നടത്താൻ തുടങ്ങിയിട്ട്? എത്ര കാലമായി കാശ്മീരിന്റെ വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതിനൊപ്പം തന്നെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, ഭീകരവാദ സംഘടനകളെ വളർത്തുന്ന, ഭീകരവാദ ക്യാമ്പുകൾക്ക് തണലൊരുക്കുന്ന പാകിസ്ഥാനെതിരെ ഏകകണ്ഠമായ സംയുക്തമായ തീരുമാനങ്ങൾ വേണം, നിലപാട് വേണം എന്നത് എത്രയോ കാലമായി ഐക്യരാഷ്ട്രസഭയിലൂടെ, അതല്ലാതെ രാജ്യാന്തര വേദികളിൽ പറ്റുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ ഉയർത്താൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഭീകരവാദത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല, ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെ അവരുടെ നാട്ടിൽ ചെന്ന് ഭീകരവാദ കേന്ദ്രങ്ങളെ നശിപ്പിക്കും എന്ന് നയമായി സ്വീകരിച്ചിരിക്കുന്ന അമേരിക്കയുടെ പോലും പൂർണ്ണമായ പിന്തുണ ഈ കാര്യങ്ങളിൽ നേടിയെടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഘട്ടത്തിൽ നടത്തുന്ന നീക്കങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമാത്ര പ്രസക്തമായ ഒരു ഫലം ഉണ്ടാക്കാൻ കഴിയുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിലുണ്ടാകുന്ന റിസൾട്ട്സ് വേറെ ആയിരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ടെററിസത്തിനെതിരെയുള്ള യുദ്ധം എളുപ്പമായ ഒരു യുദ്ധമല്ല. അത് പ്രത്യേകിച്ചും പാകിസ്ഥാന് പോലൊരു രാജ്യം അവരുടെ രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ടെററിസ്റ്റിന് പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ അതിനെ ഇന്ത്യക്ക് ഇല്ലാതാക്കാൻ എളുപ്പമല്ല. അതിന് ഇപ്പോൾ നടന്നത് ഓപ്പറേഷൻ സിന്ദൂർ പോലെ ശക്തമായ നടപടികൾ ഒരു വശത്ത് ആവശ്യമാണ്. അതിനോടൊപ്പം ഈ ഡിപ്ലോമാറ്റിക് എഫേർട്സും ഒരുപോലെ ആവശ്യമാണ്. ഗോപീഷൻ പറഞ്ഞത് ശരിയാണ്, ഇതുവരെ നമ്മുടെ ശ്രമങ്ങൾക്ക് വലിയ ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. എന്നാൽ അത് കാരണം നമ്മൾ ഇത് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു നേട്ടവുമില്ല. നമുക്ക് ഈ എഫേർട്സ് കണ്ടിന്യൂ ചെയ്യുക എന്നത് മാത്രമേ സാധ്യമാകുള്ളൂ. മാത്രമല്ല, ഈ ടെററിസത്തിന്റെ കാര്യത്തിൽ ഓരോ രാജ്യവും വളരെ സങ്കുചിതമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്ന ടെററിസ്റ്റിനെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമേ അവരുടെ ലക്ഷ്യമായിട്ടുള്ളൂ. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്ന ടെററിസ്റ്റിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇന്ത്യയുടെ തലവേദനയായിട്ടാണ് അവർ കാണുന്നത്. അത് അമേരിക്ക മാത്രമല്ല, നിങ്ങൾ ടർക്കിയും അസർബൈജാനും എടുത്തു പറഞ്ഞു. പക്ഷെ ഈ രണ്ട് രാജ്യങ്ങൾ മാത്രമല്ല, ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങൾ എടുത്തു നോക്കിയാലും അവരാരും ഒരു ഇന്ത്യ പാകിസ്ഥാൻ സംഘടനത്തിന്റെ നടുക്ക് വരാൻ തയ്യാറില്ല. ഡയറക്റ്റ് ആയിട്ട് പാകിസ്ഥാന്റെ മേൽ ആ ടെററിസ്റ്റ് ക്യാമ്പ്സ് ഇല്ലാതാക്കണം എന്ന് സമ്മർദ്ദം ചെലുത്താൻ തയ്യാറല്ല. ഒരു പരിധിവരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമേരിക്ക തന്നെയാണ്. കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് പോലും പാകിസ്ഥാനെ സൈനികങ്ങളെ പിൻവലിപ്പിച്ചത് അമേരിക്കൻ സമ്മർദ്ദം കാരണമാണ്. അപ്പോൾ അമേരിക്ക ഇന്ന് ലോകത്തെ ഏറ്റവും വൻപിച്ച ശക്തി എന്ന നിലയ്ക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് അമേരിക്കയ്ക്കുണ്ട്. അതേസമയം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രസിഡന്റ് ട്രംപ് എടുത്ത നയങ്ങൾ കൂടുതൽ കശ്മീർ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താം, ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചകളിൽ ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്നൊരു നിലയിലേക്ക് നീങ്ങി. അപ്പൊ അത് തിരിച്ച് ആ ടെററിസത്തിലേക്ക് നെറേറ്റീവ് കൊണ്ടുവരാനായിട്ടാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഇത് എന്ത് റിസൾട്ട്സ് ഉണ്ടാകും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. റിസൾട്ട്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അല്ല ശ്രീ വേണുരാജാമണി, ഭീകരവാദത്തെ കുറിച്ചിട്ടുള്ള ഏത് ചർച്ച വന്നാലും, ഏത് ഡിബേറ്റ് വന്നാലും ഇന്ത്യക്ക് പറയാൻ ഒരൊറ്റ പേരേ ഉള്ളൂ, അത് പാകിസ്ഥാൻ്റെതാണ്. താങ്കൾ പറഞ്ഞതുപോലെ അസർബൈജാനും തുർക്കിയും മാത്രമല്ല, പാകിസ്ഥാനെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണയ്ക്കുന്ന, പാകിസ്ഥാന് കരുത്തു പകരുന്ന, അവർക്ക് സംരക്ഷണ വലയം ഒരുക്കുന്ന നമ്മുടെ അയൽവാസികളായിട്ടുള്ള രാജ്യങ്ങൾ പോലുമുണ്ട്. വലിയ രാജ്യങ്ങളുണ്ട്, ചെറിയ രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ്റെ ഏറ്റവും വിശ്വസ്തരായ സഖ്യമായിരുന്ന അഫ്ഗാന് ഇപ്പോൾ നിലപാട് മാറ്റേണ്ടി വന്നു. അവർക്ക് ഇന്ത്യയെ സഹായിക്കുന്ന, ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഒരു പരസ്യ നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. ഇവിടെ മറ്റ് പല താല്പര്യങ്ങളുമാണ് പാകിസ്ഥാനെ ഈ ഭീകരവാദത്തിൻ്റെ പേരിലാണെങ്കിലും അതല്ല മറ്റേത് ഘട്ടത്തിലാണെങ്കിലും ഇന്ത്യ തള്ളിപ്പറയുമ്പോൾ പാകിസ്ഥാനെ സംരക്ഷിക്കുന്നത് മറ്റു പല താല്പര്യങ്ങളുടെയും പേരിലാണെന്ന് പറഞ്ഞാൽ താങ്കൾ അതിനോട് യോജിക്കുമോ? അവിടെ ട്രംപ് പറഞ്ഞതുപോലെ നിങ്ങൾ വ്യാപാരത്തിൽ ശ്രദ്ധിക്കൂ, യുദ്ധം മതിയാക്കി നിങ്ങൾ നിങ്ങളുടെ വ്യാപാരങ്ങളിൽ ശ്രദ്ധിക്കൂ എന്ന് ട്രംപ് പറഞ്ഞതിനെ ഒരു ആപ്തവാക്യമായി ഇന്ത്യയും പാകിസ്ഥാനും പോലുള്ള രാജ്യങ്ങൾ കണക്കാക്കണം എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? തീർച്ചയായും ലോങ് ടേം ആയിട്ട്
സൗത്ത് ഏഷ്യയിൽ സമാധാനം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കണം. ഇരു രാജ്യങ്ങളും സാമ്പത്തിക ഉന്നമനം, നമ്മുടെ രാജ്യങ്ങളിലെ ജനങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുക, നമുക്ക് വികസനം കൊണ്ടെത്തിക്കുക, ഓരോ ജനങ്ങൾക്കും ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്, ഇതെല്ലാം നമ്മുടെ കോമൺ ആയിട്ടുള്ള ലക്ഷ്യങ്ങളാണ്. എന്നാൽ അതിന് പ്രധാന തടസ്സമായി ഇന്ന് നിൽക്കുന്നത് പാകിസ്ഥാന്റെ ടെററിസ്റ്റിനെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുക എന്ന ഔദ്യോഗിക നയമാണ്. അപ്പോൾ ആ നയം മാറ്റിവെച്ച് പാകിസ്ഥാൻ ആ ടെററിസ്റ്റിനെതിരെ നടപടികൾ എടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് പാകിസ്ഥാനെ കൊണ്ടുവരാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇത്രയും കർക്കശമായ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും ടെററിസം അല്ലാതെ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പാകിസ്ഥാനുമായി ചർച്ചകൾ നടത്തില്ല എന്നുള്ളത്. ടെററിസത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ നടപടികൾ എടുക്കുന്നത് കണ്ടാൽ ഇന്ത്യൻ ഗവൺമെന്റ് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറാണ്, എല്ലാ വിഷയങ്ങൾക്കും സമാധാനപരമായ പരിഹാരം കണ്ടെത്താൻ തയ്യാറാണ്. ഗോപീഷൻ നേരത്തെ പറഞ്ഞത് ആ ഒരു അസസ്മെന്റ് കുറച്ച് കൂടിപ്പോയി. എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാനെ സഹായിക്കുന്നു എന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. പക്ഷെ ഭൂരിഭാഗം രാജ്യങ്ങളും ഒരു ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിൽ ഇടപെടാൻ തയ്യാറല്ല. ഭൂരിഭാഗം രാജ്യങ്ങളും പാകിസ്ഥാനിന് ഉള്ളിൽ ചെന്ന് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ മേൽ സമ്മർദ്ദം ചെലുത്താൻ തയ്യാറല്ല ഈ ടെററിസത്തെ ഇല്ലാതാക്കണം എന്ന കാര്യത്തിന്. അവർ ഓരോരുത്തരും അവരുടെ സ്വന്തം കാര്യങ്ങളും സ്വന്തം നേട്ടമാണ് നോക്കുന്നത്. അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ഒരു യാഥാർത്ഥ്യം അതാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തണം. ഒരു മധ്യസ്ഥനോ ഒരു മൂന്നാമത് കക്ഷിയോ വന്ന് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് വേണ്ടി സോൾവ് ചെയ്ത് തരില്ല. അതിൽ ഒരു വശത്ത് സ്ട്രോങ് ആയിട്ടുള്ള നടപടികൾ വേണം. ഓപ്പറേഷൻ സിന്ദൂർ അതിനൊരു ഉദാഹരണമാണ്. മറുവശത്ത് നയതന്ത്ര രംഗത്തും നമുക്ക് നടപടികൾ വേണം. എൻ്റെ അഭിപ്രായത്തിൽ അനൗദ്യോഗികമായി പാകിസ്ഥാനുമായി ചർച്ചകൾ നടത്തുകയും വേണം. ഇതിനോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ കഴിവുകളെ കുറിച്ച് അവർക്ക് നല്ല ബോധ്യം വന്നിട്ടുണ്ട്. ഇതുപോലുള്ള സംഘടനകൾ, ഇതുപോലുള്ള ഹോസ്റ്റിലിറ്റീസ് വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ അതിൽ ഇരു രാജ്യങ്ങൾക്കും നഷ്ടമുണ്ട്. എന്നാൽ കൂടുതൽ നഷ്ടം പാകിസ്ഥാൻ ആണ് എന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അവര്. അപ്പോൾ അനൗദ്യോഗികമായി രഹസ്യമായി ഇൻഫോർമൽ ചാനൽസ് ഉപയോഗിച്ച് പാകിസ്ഥാനുമായി ഒരു ചർച്ച നടത്തി ഈ ടെററിസത്തിന്റെ വിഷയത്തിൽ അവരുടെ നയത്തിന് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ എന്നതുകൂടി നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ശ്രീ വേണു രാജാമണി, ഞാൻ അങ്ങനെ ഒരു എക്സ്ട്രീം അസസ്മെന്റിലേക്ക് പോയതല്ല. മറിച്ച് ഞാൻ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, പാകിസ്ഥാൻ ഭീകരവാദ സംഘടനകൾക്ക് തണലൊരുക്കുന്നു, പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഭീകരവാദ പ്രവർത്തനം ചെയ്യാൻ ഭരണകൂടം ഒത്താശ ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എത്രയെത്ര തെളിവുകൾ ഇന്ത്യ രാജ്യാന്തര സംഘടനകൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്, എത്രയെത്ര സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലും താങ്കൾ പറഞ്ഞതുപോലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെടാതെ മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ അത് പരോക്ഷമായെങ്കിലും പാകിസ്ഥാന് പിന്തുണ നൽകുന്നതിന് സമമല്ലേ? അവിടെ ഇന്ത്യക്ക് ഇപ്പോഴെടുക്കുന്ന നിലപാടടക്കം ഇതിന് മുൻപെടുത്ത നിലപാടുകളൊക്കെ ക്രോഡീകരിച്ചെടുത്താൽ പോലും ഇന്ത്യക്ക് അനുകൂലമായ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്നത് നിരാശാജനകമല്ലേ ശ്രീ വേണു രാജാമണി? ആ കാര്യമാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഈ സാഹചര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? അതായിരുന്നു എൻ്റെ കൺസേൺ. ദാറ്റ് വാസ് മൈ മാറ്റർ ഓഫ് കൺസേൺ. തീർച്ചയായും ഇന്ത്യക്കുള്ളിൽ ഈ ടെററിസത്തിന്റെ ഈ ഒരു ചാലഞ്ചിന്, ഈ ഒരു വെല്ലുവിളിക്ക് നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതിനെ കുറിച്ച് ഒരുപാട് നിരാശയുണ്ട്. അത് സത്യമാണ്, അത് ഞാൻ ഡിനൈ ചെയ്യുന്നില്ല. എന്നാൽ നമുക്ക് സംയമനത്തോടുകൂടി വളരെ ആലോചിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ യുദ്ധം പ്രഖ്യാപിക്കുക, പാകിസ്ഥാനിൽ ചെന്ന് അകത്ത് കയറി എല്ലാ ടെററിസ്റ്റിനെയും ഇല്ലാതാക്കുക എന്നെല്ലാം പറയുന്നത് എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമല്ല. അവിടെ ചില യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നു. പാകിസ്ഥാൻ ആണവ ആയുധങ്ങൾ ഉള്ള ഒരു രാജ്യമാണ്. പാകിസ്ഥാൻ സാമ്പത്തിക രംഗത്ത് വളരെ വീക്കാണെങ്കിലും അവരുടെ ആർമിക്ക് ഇന്നും ഒരുപാട് ശക്തിയുണ്ട്. നമ്മളൊരു യുദ്ധത്തിലേക്ക് പുറപ്പെട്ടാൽ ആ യുദ്ധത്തിന്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല. അതിൽ നിന്നും ഏറ്റവും കൂടുതൽ യാതന അനുഭവിക്കുന്നത് ആ ബോർഡർ ഏരിയയിലെ ജനങ്ങളായിരിക്കും. ഇനി പോട്ടെ, നമ്മളൊരു വലിയൊരു യുദ്ധം നടത്തി വിജയിച്ചു
എന്നാലും നമ്മൾ ടെററിസത്തെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പായി പറയുവാൻ സാധിക്കില്ല. ടെററിസത്തിനെതിരെയുള്ള യുദ്ധത്തിൽ മിലിറ്ററി ഫോഴ്സും സ്ട്രോങ് ആം ടാക്ടിക്സിനോടൊപ്പം പൊളിറ്റിക്സും ഡിപ്ലോമസിയും സ്റ്റേറ്റ്സ്മാൻഷിപ്പും എല്ലാം ആവശ്യമാണ്. തന്ത്രപരമായി നമുക്ക് നീങ്ങുവാൻ സാധിക്കണം, ദീർഘവീക്ഷണത്തോടുകൂടി നീങ്ങുവാൻ സാധിക്കണം, സമചിത്തതയോടുകൂടി ചിന്തിച്ച് ഏത് പോളിസീസ് ആണോ ഏറ്റവും ഉത്തമം എന്നത് മനസ്സിലാക്കിക്കൊണ്ട് പടിപടിയായി മുന്നോട്ട് പോകണം. ഇന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യുന്നത് അതെല്ലാം തന്നെയാണ്. എന്നാൽ അതിൽ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്നും നമുക്ക് ഉണ്ടായിരിക്കുന്ന ഒരു റിസ്ക്, ഇരു രാജ്യങ്ങളും ഒരു അറ്റ് ദ ബ്രിങ്ക് ഓഫ് വാർ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഒരു ടെററിസ്റ്റ് ഇൻസിഡന്റ് ഉണ്ടായാൽ വീണ്ടും ഇതുപോലെ ഹോസ്റ്റിലിറ്റീസ് ഉണ്ടാവും. എന്തെങ്കിലും ഫയറിങ്ങോ ഡ്രോൺസിന്റെ ആക്രമണമോ വേറെ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ വീണ്ടും ഹോസ്റ്റിലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ വളരെ ഒരു അൺസ്റ്റേബിൾ സിറ്റുവേഷനിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു ചെന്നിരിക്കുന്നത്. ആ ഇൻസ്റ്റെബിലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഇൻസ്റ്റെബിലിറ്റി തുടർന്നാൽ ലോക സമൂഹത്തെ നമ്മളോടൊപ്പം നിർത്താൻ വേണ്ടിയാണ് ഇപ്പോൾ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ.